പിന്നെ ആലുവായും തൃക്കുന്നത്തും അവിടെ അടിയും വെടിയും പോലീസും ഇതെല്ലാം കൂടെ കടന്നു വരും. ആരാധനാമധ്യയുള്ള പ്രസംഗം അതിനുള്ളതല്ല. അത് അന്ന് വായിച്ചിട്ടുള്ള തിരുവചനത്തിന്റെ പൊരുൾ വിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കാനുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ആര് നീങ്ങിയാലും ശരിയല്ല. ദൈവത്തിന്റെ ഇഷ്ടമല്ലാതെ മനുഷ്യരുടെ ഇഷ്ടമല്ല അവിടെ നോക്കേണ്ടതെന്നുള്ളത് പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുകയാണ്. മൂന്നാമത്, നമ്മുടെ ജനങ്ങൾക്ക് വലിയ ഇഷ്ടമായ സംഗതിയാണ് എല്ലാ പള്ളിയിലും പെരുന്നാളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. അത് അച്ഛന്മാർ നല്ല കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോ പള്ളിയിലും 5ഉം 6ഉം പെരുന്നാളുകളാണ്. പിന്നെ അവരവർക്ക് ഇഷ്ടമുള്ള തിരുമേനിമാരുടെ പെരുന്നാൾ വരുമ്പം അതും കൂടെ ചേർത്ത് പെരുന്നാളുകളുടെ എണ്ണം വർദ്ധിക്കും. വലിയ പാരമ്പര്യം പറയുന്ന ഈ പരിശുദ്ധ സഭയ്ക്ക് ഇതെല്ലാം സഭയുടെ പാരമ്പര്യത്തിൽപ്പെട്ടതാണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പിതാക്കന്മാര് മുമ്പേ ഇതെല്ലാം ചെയ്യുമായിരുന്നല്ലോ. നമുക്കറിയാവുന്ന പാരമ്പര്യത്തിൽ ഒരിടവകയിൽ ഏത് കാവൽ പിതാവിന്റെ മധ്യസ്ഥയിലാണോ ആ ഇടവക, ആ പെരുന്നാൾ കൊണ്ടാടുക എന്നുള്ള പാരമ്പര്യമാണ് കഴിഞ്ഞ ഒരു 20-30 വർഷങ്ങൾ മുമ്പ് വരെയും സഭയിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ 10-20 വർഷങ്ങളൊക്കെ ആയപ്പോഴേക്കും പെരുന്നാളുകളുടെ എണ്ണം അങ്ങ് വർദ്ധിക്കുന്നു. ജനത്തിന് ഇഷ്ടമാണ് കേട്ടോ. ജനത്തിന് ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ പൗരോഹിത്യം എന്നുള്ളത്. അതുകൊണ്ട് ജനത്തിന് ഇഷ്ടമാണ് ഈ പെരുന്നാളുകളുടെ വർധനവ്. അപ്പോൾ അതിനുള്ള സാമ്പത്തികമാണെന്നുണ്ടെങ്കിൽ സ്പോൺസർ ചെയ്യാനായിട്ട് അനേകം പേര് ഇടവകയിലുണ്ട്. അവർക്ക് കുഴപ്പമൊന്നുമില്ല. അവര് സ്പോൺസർഷിപ്പ് അച്ഛന്മാർ അനൗൺസ് ചെയ്താൽ മതി, അവര് സ്പോൺസർ ചെയ്തുകൊള്ളും. പെരുന്നാളുകൾ നടന്നുകൊള്ളും. ആർഭാടപൂർവമായ പെരുന്നാളുകൾ. ഈ പെരുന്നാളുകൾ വർദ്ധിപ്പിക്കുമ്പോൾ സംഘാടകർക്ക് സന്തോഷം, ഇടവക്കാർക്ക് സന്തോഷം, അച്ഛന്മാർക്ക് സന്തോഷം. അച്ഛന്മാർ പിന്നെ അവരവർക്ക് താല്പര്യമുള്ള അച്ഛന്മാരെ കുറച്ചുപേരെയും വിളിക്കും. ഈ പെരുന്നാളിന് 2 ആഴ്ച മുമ്പേ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്, 2 ആഴ്ച മുമ്പേ അങ്ങ് കൊടിയേറ്റും. 2 ആഴ്ച മുമ്പേ കൊടിയേറ്റിട്ട് എല്ലാ ദിവസവും അങ്ങ് കുർബാനയും. ഇങ്ങനെ എല്ലാ ദിവസവും കുർബാന ചെല്ലുമ്പോൾ ഒട്ടേറെ അച്ഛന്മാരെ അവിടെ കൊണ്ടുവരാം. അച്ഛന്മാർക്ക് സന്തോഷം. അവർ പിന്നെ തിരിച്ച് അവരുടെ പള്ളികളിലും വിളിക്കും. ജനങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ് ചെയ്ത് അവർക്ക് സന്തോഷം. പിന്നെ എല്ലാ ദിവസവും ആഹാരം കിട്ടും, അതും ജനങ്ങൾക്ക് സന്തോഷം. അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. കഷ്ടാനുഭ ആഴ്ചയിൽ 5 ദിവസവും ആഹാരം കൊടുക്കുന്ന പള്ളികളുണ്ട്. ഓശാന ഞായറാഴ്ച കഞ്ഞിയുണ്ട്, പെസഹ വ്യാഴാഴ്ച അപ്പമുണ്ട്, ദുഃഖവെള്ളിയാഴ്ച കഞ്ഞിയുണ്ട്, ദുഃഖശനിയാഴ്ച കഞ്ഞിയുണ്ട്, ഈസ്റ്ററിന്റെ അന്ന് അപ്പവും ഇറച്ചിയുണ്ട്. കഷ്ടാനുഭ ആഴ്ചയിലെ 5 ദിവസവും പള്ളിയിൽ ഭക്ഷണം കിട്ടും. ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു വളർച്ച വലിയ സന്തോഷമാണ്. ഇടവക്കാർക്ക് വലിയ സന്തോഷമാണ്, അച്ഛന്മാർക്കും സന്തോഷമാണ്. ഈ പെരുന്നാൾ ആഘോഷങ്ങൾ, ഇതുപോലെയുള്ള വർധനവുകൾ, ഇത് ദൈവം തമ്പുരാന്റെ ഇഷ്ടത്തിലുള്ളതാണോ? 8 ദിവസവും 8 മെത്രാച്ചന്മാരെ വിളിച്ച് പള്ളിയിൽ 8 നോയമ്പിന് കുർബാന ചൊല്ലിക്കുക. അച്ഛന്മാര് ക്ഷമിക്കണേ, അപ്പോ ഇതൊക്കെ നമ്മുടെ എല്ലായിടത്തും നടക്കുന്നതാണ്. അപ്പൊ ഇന്നലെ അന്തോണിയോസ് ഒരു കാര്യം പറയുകയുണ്ടായി. വിശുദ്ധ കുർബാനയിൽ ദൈവ സാന്നിധ്യ ബോധമില്ലാതെ വൈദികര് കുർബാനയെ അർപ്പിക്കുന്നു. അതിന്റെ ഒരു കാരണം എനിക്ക് പറയാനുള്ളത്, ഈ ദൈവ സാന്നിധ്യ ബോധം വരണമെങ്കിൽ പിതാക്കന്മാര് കൽപ്പിച്ചതുപോലെ ഞായറാഴ്ച ദിവസങ്ങളിലും കർത്തൃ ദിവസത്തോട് ബന്ധപ്പെട്ട മാറാനായ പെരുന്നാളുകളിലും വിശുദ്ധ ബലി അർപ്പിക്കുന്ന പാരമ്പര്യത്തിൽ ഈ പറഞ്ഞ ദൈവ സാന്നിധ്യ ബോധമില്ലായ്മ വരികയില്ലായിരുന്നു. ഇപ്പോഴ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് കുർബാനകൾ ഇങ്ങനെ കൂടെ അങ്ങ് വർദ്ധിപ്പിക്കുകയാണ്. ഒരു ദിവസവും കുർബാന അർപ്പിക്കുന്ന പാരമ്പര്യം ഓർത്തഡോക്സ് സഭയിലില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ പെരുന്നാളോട് ചേർന്ന് ഇങ്ങനെ ദിവസവും കുർബാന അർപ്പിച്ചു വരുമ്പോൾ ഈ ദൈവ സാന്നിധ്യ ബോധത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടാവുന്ന എന്റെ വിചാരം എനിക്കുണ്ട് കേട്ടോ. 8 നോയമ്പില് 4-5 ദിവസം അടുപ്പിച്ച് കുർബാന ചെല്ലുമ്പോഴേ ഒരു ഞായറാഴ്ച ദിവസം ഒരു കർത്തൃ ദിവസത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കുന്ന അത്രയും ഒരു വിശുദ്ധിയുടെ അനുഭവം ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പരസ്യമായിട്ടങ്ങ് പറയുക. അതുകൊണ്ട് പ്രാർത്ഥന ഞാൻ തികയ്ക്കാതിരുന്നിട്ടില്ല,
പ്രാർത്ഥനയെല്ലാം തികച്ചേ ചെയ്തിട്ടുള്ളൂ. എന്നാലും തോന്നിയിട്ടുണ്ട് ഈ അടുപ്പിച്ചങ്ങോട്ട് കുർബാന ചൊല്ലുമ്പോൾ ഈ കുർബാനയ്ക്ക് ഉണ്ടാകാവുന്ന, പിന്നെ ഈ കുർബാനയോട് ചേർന്ന് നമുക്ക് കിട്ടുന്ന ഒരു കൈമുത്തെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അപ്പം ഇതും കൂടെ ബന്ധിപ്പിച്ച്, അപ്പൊ ഈ കൈമുത്തെന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ശ്രാദ്ധ പെരുന്നാളുകള്, മധ്യസ്ഥ പ്രാർത്ഥനകള്, മധ്യസ്ഥ വിശുദ്ധന്മാരുടെ മധ്യസ്ഥ പെരുന്നാളുകള്, ഇതെല്ലാം ദൈവശാസ്ത്രപരമായിട്ട് ശരിയാണെന്ന് പറഞ്ഞാലും ഇതിന്റെ അറ്റത്ത് ഈ കൈമുത്തെന്ന് പറയുന്നൊരു സംഗതിയും കൂടി ഇല്ലായിരുന്നെങ്കിലോ? എനിക്ക് ആ